Hello friends, നമസ്കാരം. നമുക്ക് ഈ ഒരു വീഡിയോയിൽ എങ്ങനെ പേയ്മെന്റ് മെത്തേഡ്സ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ നോക്കാം. നമുക്ക് ഫസ്റ്റ് അക്കൗണ്ട്സ് ടാബിലേക്ക് വരിക. ഇവിടെ ജസ്റ്റ് അക്കൗണ്ട് ലെഡ്ജറിലേക്ക് വരിക. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു SIB എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ടിന് രണ്ടല്ല. അതുപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് അക്കൗണ്ട്സ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് GPay എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് മൾട്ടിപ്പിൾ നമുക്ക് വേണ്ടത്ര അക്കൗണ്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഇത്രയും അക്കൗണ്ട്സ് നമുക്ക് പേയ്മെന്റ് മെത്തേഡായിട്ട് ലിങ്ക് ചെയ്യണം. അതിന് നമുക്ക് ജസ്റ്റ് സെയിൽസ് പോസ്റ്റിലേക്ക് വരിക. ഇവിടെ നമുക്ക് പേയ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് സെറ്റിംഗ്സ് പറഞ്ഞ ടാബിലേക്ക് വരിക. ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി SIB എന്ന് പറയുന്നൊരു അക്കൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫോൺ പേയുടെ ഇമേജ് ഈ ഒരു SIB എന്ന് പറയുന്ന അക്കൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ അക്കൗണ്ട് നമുക്ക് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ആക്സിസ് ബാങ്ക്, അപ്പോൾ ആക്സിസിന് നമുക്കൊരു ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. വാട്സപ്പിൻ്റെ ഐക്കൺ കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ GPay, അതിന് നമുക്കൊരു ഐക്കൺ സെലക്ട് ചെയ്ത് കൊടുക്കാം. Paytm, അതിനും നമുക്കൊരു ഇമേജ് ചൂസ് ചെയ്യുകയാണ്. എന്നിട്ട് ജസ്റ്റ് ചൂസ് ചെയ്തതിന് ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത്ര പേയ്മെന്റ് മെത്തേഡ് ഞാൻ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വിക്ക് ആക്സസിൽ നമുക്കിവിടെ നമ്മൾ ഇത്ര സേവ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് മൊത്തം നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു സെയിൽ ചെയ്യാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഐറ്റത്തിൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് നമുക്കൊരു ഐറ്റം സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഐറ്റം താഴെ നമുക്ക് ലിസ്റ്റ് ആയി വരും. അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പേയ്മെന്റ് മെത്തേഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു പേയ്മെന്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പേയ്മെന്റ് മെത്തേഡ് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 75 രൂപയായിട്ടുണ്ട് ടോട്ടൽ ബില്ല്. നമുക്കിത് ഗൂഗിൾ പേ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതിന് ജസ്റ്റ് ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുത്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബില്ല് നമുക്കിവിടെ സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം ജസ്റ്റ് നമുക്കിവിടെ ഈ ആരോ കീ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ചെയ്ത് കിട്ടും. ഇതിൽ പേയ്മെന്റ് മെത്തേഡ് നോക്കിയാൽ നമുക്കിവിടെ കാണാം ഗൂഗിൾ പേ സെലക്റ്റഡ് ആയിട്ട് കാണും. ഓക്കെ, ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ജനറലിൽ പോവാം. ലെഡ്ജർ വൈസ് ഗൂഗിൾ പേ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു റിപ്പോർട്ട്. നമുക്ക് ഗൂഗിൾ പേയിൽ ഇന്ന് നമുക്ക് 75 രൂപയുടെ സെയിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പേയ്മെന്റ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സെയിൽസ് എൻട്രി ചെയ്യുന്നത്. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സെയിലിലേക്ക് വരിക, ഡെയിലിയിൽ പോവുക, ഷോ കൊടുക്കുക. നമുക്കിവിടെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഗൂഗിൾ പേ ആണ് സെലക്റ്റഡ് ആയി കിടക്കുന്നത്. നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് Paytm ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുത്തിട്ട് ജസ്റ്റ് അപ്ഡേറ്റ് കൊടുത്താൽ നമുക്ക് ഈ ഒരു ശേഷം നമുക്ക് Paytm മാറിക്കോളും. ജനറലിൽ പോയിട്ട് നമുക്ക് ഡേബുക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ Paytm നമുക്ക് 75 രൂപയുടെ സെയിൽ നടന്നിട്ടുണ്ട്. ഗൂഗിൾ പേ മാറി നമുക്ക് ജസ്റ്റ് Paytm മാറി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പേയ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യുക. ജസ്റ്റ് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വിക്ക് ആക്സസിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാം ലിസ്റ്റ് ആവും. നമുക്ക് അവിടുന്ന് ഏത് അക്കൗണ്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഡേ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്ര രൂപ ഈ ഒരു അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് റിപ്പോർട്ടായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് Paytm എടുത്തിട്ടുണ്ടെങ്കിൽ Paytm നമുക്ക് ഇത്ര രൂപ 75 രൂപ നമുക്ക് ഡെബിറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ടോട്ടൽ അക്കൗണ്ട്സ് വ്യൂവും നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ Paytm നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്.
ടോട്ടൽ 75 രൂപ നമുക്ക് ഇപ്പം പേടിഎമ്മിൽ ബാലൻസ് കറണ്ട് ബാലൻസ് ഉണ്ട്.